ക്രൈസ്തവ സഭാ നേതൃത്വം ബി ജെ പി അധികാരത്തിൽ വരണം, എൻ ഡി അധികാരത്തിൽ വരണം എന്ന് ചിന്തിക്കുന്ന ഒരു നേതൃത്വമാണെന്ന് തോന്നുന്നില്ല. ബി ജെ പിക്ക് ഏറ്റവും അധികം വളർച്ചാ സാധ്യതയുള്ള 35 മണ്ഡലങ്ങളുണ്ട്. നിരന്തരം അണികൾ, ബി ജെ പി അണികൾ സി പി എമ്മിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവുമോ? ഈ 100 സീറ്റ് ലഭിക്കുമെന്ന വി ഡി സതീശൻ്റെ ആത്മവിശ്വാസം അസ്ഥാനത്താക്കുകയല്ലേ ഇങ്ങനെ ഡീൽ എന്നത് ബ്ലോയിങ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ഇങ്ങനെ പറഞ്ഞു പോകാം. ഇത്രയധികം സ്ഥാനാർത്ഥികളെ പുറത്തുനിന്ന് യു ഡി എഫ് കടമെടുത്തിട്ടില്ല. നോക്കൂ, 5 സ്ഥാനാർത്ഥികളെങ്കിലും കോൺഗ്രസിൻ്റെ ഫ്രെയിം വർക്കിന് പുറത്തുനിന്ന് എൽ ഡി എഫിലെ അസംതൃപ്തരിൽ നിന്ന് എടുത്തു. ഇനി മുഖ്യമന്ത്രി പദത്തിൽ ആര്? ഭൈമി കാമുകർ, 2 പ്രഖ്യാപിത കാമുകന്മാരും ഒരു അപ്രഖ്യാപിത കാമുകനുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയാനുള്ള വലിപ്പം ഒരു കോൺഗ്രസ്സുകാരനും ഇന്നില്ല. പി ഡി പിയുടെ സപ്പോർട്ട് വേണ്ട എന്ന് പിണറായി വിജയൻ പറഞ്ഞില്ലല്ലോ. അത് വേണ്ട, മുൻകാലങ്ങളിലെ ബന്ധം അത് ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറഞ്ഞില്ലല്ലോ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു ഡീൽ നിലനിൽക്കുന്നുണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ വലിയ ആരോപണം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി വരുന്നുണ്ട്. ഇപ്പോഴത് ശക്തമായിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ഡീൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വത്തിന് എന്ത് പ്ലാനാണുള്ളത്? ഒപ്പം തന്നെ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യം പല വശങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ മനസ്സിലുണ്ടാകുമോ? കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന്. നിലവിലെ കോൺഗ്രസിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ചർച്ചയാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ്. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ, ഇപ്പോൾ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു ഡീൽ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള ആരോപണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ നാൾ മുന്നേ ഉള്ള ഒരു ആരോപണമാണ്. അത്തരത്തിലൊരു രഹസ്യ ബാന്ധവം ഉണ്ടെങ്കിൽ അതിനെ കോൺഗ്രസ് വളരെ വലിയ രീതിയിൽ ആശങ്കയോടുകൂടിയാണ് കാണുന്നത് എന്നാണ് അവരുടെ നേതാക്കളുടെ വാക്കുകൾ കാണുന്നത്. അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ വേണ്ട ഒരു പ്ലാൻ ഉണ്ടോ? എന്താണ് അങ്ങയുടെ മനസ്സിലുള്ളത്? ഈ ഡീൽ എന്ന് പറയുന്നത് പുതിയ സങ്കല്പമല്ല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വളരെ കാലമായി, എനിക്ക് തോന്നുന്നു 2-3 പതിറ്റാണ്ടായി ഇടതുപക്ഷവും കോൺഗ്രസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നതാണ് ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിൽ ഡീലുണ്ടെന്ന്. കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് ഡീല് എന്ന് ഇടതുപക്ഷവും പരസ്പരം ആക്ഷേപിക്കുന്നുണ്ട്. ഇത് രണ്ടും ന്യൂനപക്ഷ വോട്ട് നേടാനുള്ള ഒരു തന്ത്രമാണ് എന്നതിൽ കവിഞ്ഞ് പ്രഥമ ദൃഷ്ടി അർത്ഥമെടുക്കേണ്ടതില്ല. പക്ഷേ ഇപ്പോൾ ഒരു തലവും കൂടി കടന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടി വ്യക്തമായി പറയുന്നു, ഉന്നത നേതാക്കന്മാർ 3 പേരും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ തന്നെ പറയുന്നു 10 സീറ്റുകളിൽ ഡീലുണ്ട്. അത് വി ഡി സതീശൻ 6-7 സീറ്റുകൾ എണ്ണി പറയുന്നു. അത് മഞ്ചേശ്വരം, കാസർഗോഡ്, ഈ 2 സീറ്റുകളിലും ബി ജെ പിക്ക് പ്രാധാന്യം ലഭിക്കത്തക്ക രീതിയിൽ, വിജയിച്ചു വരത്തക്ക രീതിയിൽ ഡീൽ. പാലക്കാട് സീറ്റിലും ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പി നേതാവിന് വിജയിച്ചു വരാവുന്ന ഡീൽ. ചെങ്ങന്നൂർ സജി ചെറിയാൻ എന്ന മന്ത്രിക്ക് ജയിച്ചു വരാവുന്ന രീതിയിലുള്ള ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്ന ബി ജെ പി ദുർബല സ്ഥാനാർത്ഥി നിർത്തി എന്ന ഡീൽ. അതേപോലെ തന്നെ റാന്നി മണ്ഡലത്തിൽ അപ്രസക്തനായ ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി 2020 വേണ്ടി മത്സരിക്കുമ്പോൾ അവിടെയും പ്രയോജനം എൽ ഡി എഫിനാണ് എന്ന ഒരു നാററ്റീവ്. ഇതെല്ലാം എണ്ണി തൃപ്പൂണിത്തുറ, ഏറ്റുമാനൂർ, ഇപ്പോൾ വാസവൻ മത്സരിക്കുന്ന ഏറ്റുമാനൂർ, ബി ജെ പിക്ക് ജൈവികമായ വളർച്ച രേഖപ്പെടുത്തിയ ഈവൻ നഗരസഭ പോലും കൈകാര്യം ചെയ്യുന്ന ബി ജെ പി എന്തുകൊണ്ട് അവിടെ മത്സരിക്കുന്നില്ല? അപ്പോൾ 2020 എന്ന പാർട്ടിക്ക് 19 സീറ്റുകൾ എൻ ഡി എയിൽ നൽകുകയാണ്. അത് കിഴക്കമ്പലം പഞ്ചായത്തിലും ചുറ്റുപാടുമുള്ള ഏതാനും പഞ്ചായത്തുകളിൽ മാത്രം സ്വാധീനമുള്ള ഒരു പുതിയ കക്ഷി എൻ ഡി എയിലേക്ക് കേവലം 2 മാസം മുൻപ് മാത്രം വന്ന സാബു ജേക്കബിൻ്റെ പാർട്ടിക്ക് എങ്ങനെ കേരളത്തിൽ 19 സീറ്റ് നൽകാനാവും? അത് വലിയ ചോദ്യമാണ്. അതുപോലെ തന്നെ അവർ ഫീൽഡ് ചെയ്തിരിക്കുന്ന സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചുള്ള സംശയമാണ്. ഈ കേരളം കേട്ടിട്ടുള്ള പേരുകളല്ല, യുഗപ്രഭാവന്മാരായ ആളുകളല്ല. അതിൽ ചില സിനിമാ താരങ്ങൾ ഉണ്ട്, അതുപോലെ ചില സാംസ്കാരിക പ്രവർത്തകരുണ്ട്. പാർട്ടികളുമായിട്ടൊരു ബന്ധമൊന്നുമില്ലാത്ത, പൊതുസമൂഹം കാര്യമായി കേട്ടിട്ടില്ലാത്ത പേരുകളാണ്. 19 സീറ്റുകൾ ചോദിച്ചു വാങ്ങാനുള്ള വലിപ്പം എങ്ങനെ T20 ഉണ്ടായി? കേരളത്തിലെ എൻ ഡി എയുടെ വോട്ടിൻ്റെ സിംഹഭാഗവും ബി ജെ പിയുടെ വോട്ട് തന്നെയാണ്. ബി ജെ പി അല്ലാത്തൊരു കക്ഷി ബി ഡി ജെ എസിനാകട്ടെ, T20 സാർ, അപ്പോൾ അതിൽ വരുന്ന വേറൊരു മറുവാദം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറുവാനുള്ള ഒരു ഉപാധിയാണ്
ഒരു പാലമാണ് 2020 എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സംശയത്തോടെ കാണേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം മറുവശത്ത് നിന്ന് ഉയരുന്നുണ്ട്. അതായത് ഇപ്പോൾ മുസ്ലിം വോട്ട് കൂടുതലായി വരില്ല BJPയിലേക്ക്. ക്രിസ്ത്യൻ വോട്ടാണ് സ്വാധീനിക്കാൻ സാധിക്കുക. അതിന് പറ്റിയൊരാളാണ് സാബു ജേക്കബ്. സാബു ജേക്കബിൻ്റെ സഭാ നേതൃത്വവുമായി നല്ല ബന്ധമുണ്ട്. ഈ ഒരു വാദം മറുവശത്ത് നിന്ന് വരുന്നുണ്ട്. അതൊരു ഒരു വാദത്തിന് വേണ്ടി ഇത് പറയാം എന്നല്ലാതെ ക്രൈസ്തവ സഭാ നേതൃത്വം BJP അധികാരത്തിൽ വരണം, NDA അധികാരത്തിൽ വരണം എന്ന് ചിന്തിക്കുന്ന ഒരു നേതൃത്വമാണെന്ന് തോന്നുന്നില്ല. അവരുമായി ഒരു നിരപ്പിൽ പോകണം, കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിക്കേണ്ട ആവശ്യമില്ല, BJPയെ പ്രകോപിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ക്രൈസ്തവ നേതൃത്വമുണ്ട്. തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ 2 പ്രാവശ്യം വന്നപ്പോഴും ക്രൈസ്തവ നേതാക്കളെ കാണാൻ നടത്തിയ ശ്രമങ്ങൾ, പ്രത്യേകമായി ഇത്തരുണത്തിൽ ഈസ്റ്റർ നയതന്ത്രം, ക്രിസ്മസ് നയതന്ത്രം എല്ലാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല BJPയിലേക്ക് തന്നെ ക്രൈസ്തവ നേതാക്കളെ, അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ നേതാക്കളെ എന്നല്ല, BJPക്കുള്ളിൽ ഒരു ക്രൈസ്തവ മുഖമുണ്ടാകണം. അനൂപ് ആൻ്റണി തിരുവല്ലയിൽ മത്സരിക്കുന്നു, ഷോൺ ജോർജ് പാലായിൽ മത്സരിക്കുന്നു, ഷോൺ ജോർജിൻ്റെ പിതാവ് PC ജോർജ് പൂഞ്ഞാറിൽ മത്സരിക്കുന്നു, അതുപോലെ ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ ഒരു ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് നിർത്തുന്നു. സ്ഥാനാർത്ഥി ലിസ്റ്റിലെങ്കിലും BJP നേരിട്ട്. അപ്പോൾ പിന്നെ മറ്റൊരു സഖ്യകക്ഷിയുടെ ആവശ്യം എന്താണ് എന്നൊരു ചോദ്യമാണ്. അതുമാത്രമല്ല കേരളം BJP ഭരിക്കുമെന്ന ഒരു ചിന്തയൊന്നും ഒരുപക്ഷെ ക്രൈസ്തവ വിഭാഗങ്ങൾ കാണില്ല. അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഭാവിയിൽ രാഷ്ട്രീയ ചിത്രം മാറിയേക്കാം. പക്ഷേ നിലവിൽ UDF വേഴ്സസ് LDF ഈ നറേറ്റീവിൽ BJP നിർത്തുന്ന T20 കാൻഡിഡേറ്റ്സിൻ്റെ ഒരു വലിപ്പം അല്ലെങ്കിൽ വലിപ്പക്കുറവ്, അതൊക്കെ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്? അത് വളരെ സ്ട്രേഞ്ച് കോമ്പിനേഷൻ. അത് മാത്രമല്ല ഈ ഡീലെന്ന് പറയുമ്പോൾ എനിക്ക് പ്രഥമ ദൃഷ്ടിയ ഈ ഡീൽ എന്നുള്ള വാക്കിനോട് വലിയ യോജിപ്പുള്ള ഒരാളല്ല. അതിൻ്റെ കാരണം പറയാം. ഉന്നത തലത്തിൽ ഇങ്ങനെ പറയാം, 19 T20 കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നു. അതിൽ മഹാഭൂരിപക്ഷവും യാതൊരു വിജയസാധ്യതയും ഇല്ലാത്തതാണ്. BJPക്ക് ലേശം വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ പോലും അവരെ നിർത്തുക വഴി BJP വോട്ടുകൾ മരവിപ്പിക്കപ്പെടുകയും അങ്ങനെ ഇടതുപക്ഷത്തിന് സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രത്യുപകാരമായി പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റസാക്കിനെ പോലെയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് BJPക്ക് സഹായകരമാകുന്ന രീതിയിൽ ന്യൂനപക്ഷ വോട്ട് പിളർത്തിക്കൊണ്ട് BJPയുടെ നേതാവ് ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിച്ചെടുക്കാൻ അത് മഞ്ചേശ്വരത്തും കാസർഗോഡും LDFിൻ്റെ വോട്ട് കൃത്യമായി LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് പോൾ ചെയ്താൽ തന്നെ BJPക്ക് ജയിച്ചു വരാവുന്ന അവസ്ഥയാണ്. കാരണം എക്കാലത്തും LDFിൻ്റെ വോട്ടുകൾ മുസ്ലിം ലീഗിൻ്റെ, UDFിലെ മുസ്ലിം ലീഗിൻ്റെ കാൻഡിഡേറ്റിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ പരാജയപ്പെട്ടത് എന്ന് ഓർക്കണം. അതുകൊണ്ട് കൃത്യമായി അത് ഒരു ഡീലും വേണ്ട, ഡീലില്ലാതെ ഇരിക്കുന്നതാണ് ഡീൽ. ഡീലെന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി ഇടതുപക്ഷ അണികൾ BJP ഒഴിവാക്കാൻ വേണ്ടി UDF സ്ഥാനാർത്ഥിക്ക് ചെയ്യുന്ന വോട്ട് ചെയ്യാതിരുന്നാൽ തന്നെ മഞ്ചേശ്വരം സീറ്റ് ഉറപ്പായും കാസർഗോഡ് ഫൈറ്റിംഗ് ചാൻസ് BJPക്ക് ലഭിക്കാം, ഒപ്പം പാലക്കാടും. അപ്പോൾ ഇതൊരു ഫോർമുലയാണ്. അതിന് പ്രത്യുപകാരമായി പലയിടങ്ങളിലായി LDF BJP ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അല്ല എങ്കിൽ ഇനി ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്, ഈവൻ ഈ BJPക്ക് ഏറ്റവും അധികം വളർച്ചാ സാധ്യതയുള്ള 35 മണ്ഡലങ്ങളുണ്ട്. ഏതാണ്ട് 40,000-ലധികം, 30,000-നും മേലെ വോട്ട്, ചിലത് 35,000-ന് മേലെ വോട്ട്, 40,000-ന് മേലെ വോട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ നേടിയ സീറ്റുകളിൽ ഉണ്ട്. സ്വാഭാവിക അങ്ങനെയുള്ള സീറ്റുകളുണ്ട്, 35ഓളം സീറ്റുകളുണ്ട്. ഇവിടെയെല്ലാം BJPക്ക് ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉണ്ട്. ഇവിടെ ഇതിലെ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ റാന്നി അതിലെ 30,000-ഓളം വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മണ്ഡലമാണ്. കോന്നി 31,000 വോട്ടിലധികം നേടിയ മണ്ഡലമാണ്. ഇവിടെയൊക്കെ നല്ല സ്ഥാനാർത്ഥി നിർത്താൻ കഴിയുന്നില്ല NDAക്ക്. അവിടെ നിന്ന് വിജയിച്ചു വരാൻ കഴിയില്ലായിരിക്കും. റാന്നി കോന്നി സീറ്റുകൾ BJPക്ക് വിജയസാധ്യതയില്ലാത്ത സീറ്റുകളാണ്. പക്ഷേ ആര് ജയിച്ചു വരണമെന്ന് ഒരുപക്ഷെ തീരുമാനിക്കാൻ കഴിയും. ഇനി കുമ്മനം രാജശേഖരൻ അവസാന നിമിഷമാണ് ആറന്മുള മണ്ഡലത്തിലേക്ക് വീണ ജോർജിനെതിരെ മത്സരത്തിലേക്ക് വന്നത്. അവിടെ പൊട്ടിപ്പാർന്ന ത്രികോണ മത്സരമാണ്. ഇപ്പോൾ ഒരു ഡീലും ആരോപിക്കാൻ പറ്റില്ല. പക്ഷേ അവസാന നിമിഷം വരെ കുമ്മനത്തിൻ്റെ പേരല്ല അവിടെ കേട്ടിരുന്നത്. BDJSന്റെ സ്ഥാനാർത്ഥി ആറന്മുളയിൽ മത്സരിക്കുമെന്നാണ് കേട്ടത്. പത്തനംതിട്ട ജില്ലയിൽ BJPക്ക് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലം ആറന്മുളയാണ്. അവിടെ പോലും BJP വാശിയോടുകൂടി ആദ്യം പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാൻ മടിച്ചപ്പോൾ സ്വാഭാവികമായ ഡീലിൻ്റെ ഒരു മണം വന്നതാണ്. അതുപോലെ ചെങ്ങന്നൂർ മണ്ഡലം BJPയുടെ 5 പഞ്ചായത്തുകളുണ്ട്. ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ BJP ഭരിക്കുന്ന 5 പഞ്ചായത്തുകളുണ്ട്. വേറെ ഒരിടത്തും അങ്ങനെയില്ല. അവിടെ ഒരു നല്ല ശക്തനായ BJP സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്.
സന്ദീപ് വാചസ്പതി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സന്ദീപ് വാചസ്പതി പെട്ടെന്ന് ഈ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ മത്സരിക്കാൻ വേണ്ടി ഹരിപ്പാട്ടേക്ക് മാറ്റുകയാണ്. അപ്പോൾ അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി വരുന്നു. ഇത് സജി ചെറിയാൻ എന്ന സ്ഥാനാർത്ഥിയെ ഹെൽപ്പ് ചെയ്യാനാണ് എന്നതാണ് കോൺഗ്രസിൻ്റെ ആരോപണം. ഇതെല്ലാം ആരോപണമാണ്. പക്ഷേ ഇത് എൻ്റെ ഒരു ചിന്ത പോകുന്നത് നേരെ വിപരീത ദിശയിലേക്കാണ്. നിരന്തരം അണികൾ BJP അണികൾ CPM-നെ ഉൾക്കൊള്ളാൻ തയ്യാറാവുമോ? അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ തയ്യാറാവുമോ? തങ്ങളുടെ ദുർബല സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ ആ വോട്ട് മരവിപ്പിക്കപ്പെടാം, അല്ലെങ്കിൽ ആ വോട്ട് UDF-ന് ചെയ്യപ്പെടാം. പക്ഷേ LDF-ന് ചെയ്യാൻ BJP തയ്യാറാവുമോ എന്നതാണ് ചോദ്യം. അതാണ് ഒരു ചോദ്യം. രണ്ട്, ഈ മേൽത്തട്ടിൽ ഡീലൊക്കെ ആകാം. സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിലാണ് ഡീൽ ആരോപിക്കുന്നത്. പക്ഷേ പ്രാവർത്തികമാക്കേണ്ടത് ആരാണ്? കീഴ്ത്തട്ടിൽ. താഴെത്തട്ടിലേക്ക് അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ വളരെ രഹസ്യമായി കൈകാര്യം ചെയ്യാവുന്ന ഒരു ഭൂമികയാണോ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിക? ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ഡീലെന്ന് പറയാമെന്നല്ലാതെ ഇത് വർക്കൗട്ട് ചെയ്യാൻ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എങ്കിൽ ഒരു പക്ഷേ വേണമെങ്കിൽ പറയാം ഒരു ഡീലിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ഇനി പാലക്കാട് തന്നെ എടുക്കൂ, TMR റസാഖ് അല്ലേ? റസാഖ് ഇടതുപക്ഷത്തിൻ്റെ ദുർബല സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നു. ഒരു ഹോട്ടൽ മുതലാളിയാണ്, അല്ലെങ്കിൽ അങ്ങനെ വലിയ രാഷ്ട്രീയ പരിചയം അവകാശപ്പെടാനാവില്ല. പക്ഷേ രണ്ട് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സ്ഥാനാർത്ഥികളും, അതായത് രമേശ് പിഷാരടി എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി, അദ്ദേഹം ആരോപണ വിധേയനാവുന്നു. ആരോപണം എന്ന് പറഞ്ഞാൽ കോമാളി വേഷം എന്ന രൂപത്തിൽ TM തോമസ് ഐസക്, സാധാരണ വിടുവ പറയാത്ത ഒരാളാണ് ധനകാര്യമന്ത്രി, മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. അദ്ദേഹം പോലും ഒരു പ്രചരണം മൂക്കുന്ന സമയത്ത് പല വാക്കുകൾ ഉപയോഗിക്കും. അബദ്ധത്തിൽ പറഞ്ഞതാണ്, അദ്ദേഹം പിന്നെ തിരുത്തി പറഞ്ഞു. അപ്പോൾ പ്രചരണത്തിന് ഉപയോഗിച്ച ആ വാക്കൊക്കെ കോൺഗ്രസ് കാര്യമായി ഉപയോഗിക്കുന്നു. പക്ഷേ അവൻ ശക്തമായൊരു മുന്നേറ്റം കോൺഗ്രസ് അവിടെ നടത്തുമെന്ന ഒരു ചിന്തയുണ്ട്. ശോഭാ സുരേന്ദ്രനാണ് ഏറ്റവും താരമൂല്യമുള്ള സ്ഥാനാർത്ഥി BJP-യെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയും വിജയിപ്പിച്ചെടുക്കാൻ ഉള്ള സാഹചര്യം അവിടെയുണ്ട്. പാലക്കാട് ആ സാഹചര്യമുണ്ട്. കാരണം കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ കൊടുത്തു. ഇവിടെ നിന്നും തെക്കുനിന്ന് കൊണ്ടുവന്നൊരു സ്ഥാനാർത്ഥി, അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ മാറിപ്പോകേണ്ടി വരുന്നു. പിന്നെ മണ്ഡലത്തിന് പുറത്തു നിന്ന് ഒരു സിനിമാക്കാരനായ ആൾ, അല്ലെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ റിയാലിറ്റി ഷോ താരത്തെ കൊണ്ടുവന്ന് നിർത്തുന്നു. ഇതൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒപ്റ്റിക്സ് ഉണ്ട്. അതിന് ബദലായി ഇവൻ 3 സ്ഥാനാർത്ഥികളും അല്ല, ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ തോറ്റിട്ടുള്ള ആളാണ്, മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ആളാണ്, ഇവിടെ പറയാനില്ല. പക്ഷേ ശോഭ ഹാസ് ഏൺഡ് ലോട്ട് ഓഫ് ഗുഡ് വിൽ. ഈ മറ്റ് 2 സ്ഥാനാർത്ഥികൾക്കും ആ ഒരു പൊളിറ്റിക്കൽ പെഡിഗ്രി ആ രൂപത്തിൽ ശോഭയുടെ പോലെയുള്ള പൊളിറ്റിക്കൽ പെഡിഗ്രി അവകാശപ്പെടാനാവില്ല. പക്ഷേ ഇവിടെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഉണ്ടായില്ലെങ്കിലും UDF-ലേക്ക് പോകാവുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കുക വഴി ഇടതുപക്ഷത്തേക്ക് സ്വാംശീകരിക്കുക വഴി ജയിക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ പ്രയോജനം ലഭിക്കുക ശോഭാ സുരേന്ദ്രനാവും എന്നൊരു യുക്തി. ഇത് തള്ളിക്കളയാവുന്നതാണോ? ഇതാണ് രമേശൻ ചോദിക്കുന്ന ചോദ്യം. അതാണ്. ഈ യുക്തിയൊക്കെ രമേശന് മാത്രമല്ല, എല്ലാവർക്കും അറിയാവുന്ന യുക്തി തന്നെയാണ്. പക്ഷേ ഇതൊക്കെ അത് കണ്ടുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് തെളിയിക്കാൻ രമേശൻ 10 ജന്മം വിചാരിച്ചാലും നടക്കില്ല. അതുകൊണ്ട് രമേശൻ 10 സീറ്റിൽ ഡീലുണ്ടെന്ന് പറയുന്നു. എന്നാൽ 10 സീറ്റ് എണ്ണി പറയുന്നില്ല. പല കണ്ടശ ഓരോരോ സീറ്റുകളുടെ എണ്ണം പറയുകയാണ്. ഇപ്പോൾ 6 വരെ എത്തി നിൽക്കുന്നു. മറ്റ് 4 സീറ്റുകൾ ഇപ്പോൾ പറയുന്നത് മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, ചെങ്ങന്നൂർ, റാന്നി ഉറപ്പായി പറയുന്നു. ഒരു അർത്ഥോക്തിയിൽ നിർത്തിയിരിക്കുന്നു. തൃപ്പൂണിത്തുറയും അതുപോലെ തന്നെ ഏറ്റുമാനൂരും. അപ്പോൾ അത്രയും സീറ്റുകളിൽ ഡീലുണ്ട് എന്നാണ് ഇപ്പോൾ കരുതുന്നത്. വേറെ 2-3 സീറ്റുകളിൽ ഒരു പക്ഷേ ഇതാർക്ക് എന്തിനു വേണ്ടി ഉണ്ട് എന്നത് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ, ഡീലുണ്ട് എന്നത് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ, വെറും വാദമാണ്, വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ അതിനർത്ഥം UDF ഭയക്കുന്നു. 100 സീറ്റ് നേടി ജയിക്കും എന്ന് പറയുന്ന UDF ലേശം ഭയപ്പാടിൽ തന്നെയാണ്. ഓരോ സീറ്റും നിർണായകമാണ്. ഇപ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തോളം UDF വിജയിക്കാതിരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. കാരണം മത്സരം UDF LDF തമ്മിലാണ്. BJP-യുടെ 2-3 സീറ്റ് UDF-ന് വിജയിക്കാൻ സാധിക്കുന്ന 2-3 സീറ്റ് BJP-ക്ക് ലഭിക്കുകയാണെങ്കിൽ ദോഷമില്ലല്ലോ. LDF-ന് കൃത്യമായ ഭൂരിപക്ഷത്തിൽ നമ്പർ തേക്കാൻ സാധിക്കുമെന്ന ഒരു യുക്തി അതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് ആ യുക്തിയാണ് ഒരുപക്ഷെ കോൺഗ്രസ് ഭയക്കുന്നത്. അതുകൊണ്ട് ഈ 100 സീറ്റ് ലഭിക്കുമെന്ന VD സതീശൻ്റെ ആത്മവിശ്വാസം അസ്ഥാനത്താക്കുകയല്ലേ ഇങ്ങനെ ഡീൽ എന്നത് ബ്ലോയിങ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ. ഇങ്ങനെ പറഞ്ഞു പോകാം, എല്ലാ തെരഞ്ഞെടുപ്പിലും അനുഷ്ഠാനം എന്ന നിലയിൽ പറഞ്ഞു പോകുന്നത് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു പോകാം. പക്ഷേ ഇപ്പോൾ വളരെ ഗൗരവത്തിൽ ഇത് വീണ്ടും ടോം ചെയ്തുകൊണ്ട് വീണ്ടും ഇത് ആഞ്ഞടിക്കുമ്പോൾ അതിനർത്ഥം യഥാർത്ഥ വിഷയം ജനങ്ങളുടെ മുന്നിൽ, ശബരിമല വിഷയം, കൊള്ള,
അഴിമതി, സ്വജനപക്ഷപാതം, എത്രയോ വിഷയങ്ങൾ, വികസന വിഷയങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്യാനുള്ള വിലയേറിയ സമയം, ഒരാഴ്ച സമയം. അതെ. തിരഞ്ഞെടുപ്പ് ഏതാനും ദിവസത്തിനുള്ളിൽ വരും. അതിൻ്റെ പ്രധാന സമയം, ആദ്യ ഒരു ക്വാർട്ടർ ടൈം, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള 5 ദിവസം ഡീലിന് പുറകെ കേരളം പോയപ്പോൾ വിലയേറിയ സമയം പ്രതിപക്ഷം നഷ്ടപ്പെടുത്തിയില്ലേ എന്നൊരു സംശയമുണ്ട്. സംശയമുണ്ട്. കാരണം ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ വളരെ ഏകസ്വരത്തിൽ യാതൊരു തർക്കവുമില്ലാതെ കോൺഗ്രസും UDF മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഓൾ ഓഫ് എ സഡൻ കെ സുധാകരൻ വിഷയം വരുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട്, സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അവർ ലഭിച്ച എഡ്ജ് നഷ്ടപ്പെടുത്തിയോ എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്നു. പലരും പറഞ്ഞത് ജയിക്കാവുന്ന പല സീറ്റിലും അവർ തോൽക്കാവുന്ന സ്ഥാനാർത്ഥിയെ നിർത്തി എന്നുള്ള ഒരു നിരീക്ഷണം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. അതിനുശേഷം ഈ അവസാന നിമിഷം, അവസാന ലാപ്പിൽ UDFന് ഒരു ഐക്യമില്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ടോ? അവർ പതറിപ്പോകുന്നുണ്ടോ? ഫിനിഷിംഗ് പവർ പുറത്തെടുക്കാൻ സാധിക്കുന്നില്ലയോ എന്നൊരു സംശയമാണ് വരുന്നത്. ഒരിക്കലും ഇത്രയധികം സ്ഥാനാർത്ഥികളെ പുറത്തുനിന്ന് UDF കടമെടുത്തിട്ടില്ല. നോക്കൂ, 5 സ്ഥാനാർത്ഥികളെങ്കിലും കോൺഗ്രസിൻ്റെ ഫ്രെയിംവർക്കിന് പുറത്തുനിന്ന് LDFിലെ അസംതൃപ്തരിൽ നിന്ന് എടുത്തു. G. സുധാകരൻ അമ്പലപ്പുഴയിൽ, അതെ, PK ശശി ഒറ്റപ്പാലത്ത്, അതുപോലെ ഒറ്റപ്പാലം, കണ്ണൂർ ജില്ലയിൽ 2 സ്ഥലത്ത്, പയ്യന്നൂർ, തളിപ്പറമ്പ്. അപ്പം ഈ 4 സീറ്റുകൾ, ഇത് 4ഉം വളരെ നിർണായകമായ സീറ്റുകളാണ്. ഈ സീറ്റുകളിൽ UDFിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് കൃത്യമായി ജയിച്ചു വരാനാവില്ല എന്ന് ഒരു പക്ഷേ പ്രഥമ ദൃഷ്ടിയാ കാണാം. പക്ഷേ LDFിന് വേണ്ടി, അല്ല, UDFിൻ്റെ തട്ടകത്തിലേക്ക് LDF കൾച്ചറുള്ള ആളുകളെ കൊണ്ടുവരുമ്പോൾ UDFിൻ്റെ അണികളുടെ പ്രതികരണം ആത്മവിശ്വാസത്തിൻ്റെ ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുമെന്ന്, അതായത് ഈ ഗോവിന്ദൻ തളിപ്പറമ്പ് ജയിച്ചു വരും എന്ന് ഉറപ്പിക്കാൻ UDFിന് കഴിയുമോ? അതാണ്, ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ, അല്ല എങ്കിൽ ഗോവിന്ദൻ മത്സരിക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടി മത്സരിക്കുകയും ചെയ്യുമ്പോൾ ഗോവിന്ദൻ പിളർത്തുന്ന വോട്ടുകൾ തീർച്ചയായും ഈ പാർട്ടി ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയുടെ ലഭിക്കാവുന്ന വോട്ടുകളാണ്. അവിടെ അങ്ങനെ ഒരു യുക്തി എന്തുകൊണ്ട് പ്രയോഗിച്ച് കാണുന്നില്ല? അതുപോലെ ഈ പയ്യന്നൂരിൽ ഈ അഴിമതിയാണല്ലോ വിഷയം. അത് പാർട്ടിക്കുള്ളിൽ അദ്ദേഹം മത്സരിക്കട്ടെ, മത്സരിച്ച് കുഞ്ഞികൃഷ്ണൻ മത്സരിച്ച് ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ, തോക്കുന്നെങ്കിൽ തോൽക്കട്ടെ, അപ്പോഴും നേട്ടം കോൺഗ്രസിനാണ്. ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളാണ് സ്പ്ലിറ്റ് ചെയ്യുക. PK ശശി മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കട്ടെ, കോൺഗ്രസ് സമാന്തരമായ ഒരു സ്ഥാനാർത്ഥി ഇറക്കുമ്പോൾ അത് നേട്ടം ലഭിക്കാവുന്നതാണ്. ഇതൊന്നും ഉപയോഗിക്കാതെ ഈ കടം കൊള്ളുന്ന സ്ഥാനാർത്ഥികളെ, അത് LDF ചെയ്യുന്ന പണിയാണ്. പലപ്പോഴും ജയിക്കാൻ സാധ്യതയില്ലാത്ത, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ മുസ്ലിം ലീഗിൻ്റെ നേർവാഴ്ചയുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും ജയിക്കില്ല എന്ന ഇടങ്ങളിലേക്ക് മുസ്ലിം ലീഗിൽ നിന്നും വിമതരായി പുറത്തു വരുന്ന ആളുകളെ നിർത്തുന്ന ഒരു കലാപരിപാടിയുണ്ട് എക്കാലത്തും LDFന്. അതേ മാതൃക UDFും സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അമ്പലപ്പുഴയുടെ കാര്യത്തിൽ ഒരു വ്യത്യസ്ത സമീപനം. അത് വൻകിട KR ഗൗരിയമ്മയ്ക്ക് UDF അഭയം കൊടുത്തു, MV രാഘവനെ UDF ചേർത്ത് നിർത്തി. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. പക്ഷേ ഇത് വ്യാപകമായ എല്ലായിടത്തും, കേരളത്തിൽ ഏതാണ്ടല്ല, ആയിഷ പൊറ്റി കൈപ്പത്ത ചിഹ്നത്തിൽ കോൺഗ്രസിൽ മത്സരിക്കുന്നു, കൊട്ടാരക്കര. നോക്കൂ, ഏതാനും മാസങ്ങൾ മുമ്പ് വരെ CBI മുൻ MLA ആണ്, 3 തവണ MLA ആയ ആളാണ്. ഇതെല്ലാം കാട്ടുന്ന ഒപ്റ്റിക്സാണ്. അവിടെ ഇത്രയധികം ആത്മവിശ്വാസം പുറമേ പറയുന്നൊരു പാർട്ടിക്ക് എന്തിന് ഇത്രയധികം കടം വാങ്ങലുകൾ വേണ്ടി വരുന്നു എന്ന ന്യായമായ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് ഈ ഉണ്ടെന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം UDFിനുണ്ടോ എന്ന കാര്യത്തിൽ ലേശം സംശയമുള്ളത്. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ മറ്റൊരു ആശങ്ക കൂടി അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് ആരായിരിക്കും UDF ജയിച്ചാൽ നേതൃത്വം നൽകുക എന്നുള്ളത് സംബന്ധിച്ച് ഒരു ആശങ്ക, വീണ്ടും ആ ഒരു ചർച്ച ചൂടുപിടിക്കുമോ എന്നൊരു സംശയം എനിക്ക് ജനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് തന്നെ കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നു, ഒരു ചോദ്യത്തിന് മറുപടിയായി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ വലിയ വാർത്തയായിട്ടുണ്ട്. ഇനിയിപ്പോൾ VD സതീശനല്ല രമേശ് ചെന്നിത്തലയാണ്, അതോ ഇനി VD സതീശൻ തന്നെയാണോ, ഹൈക്കമാൻഡിൻ്റെ പിന്തുണ ആർക്കാണ്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവിടെ വീണ്ടും ചർച്ചയാവുകയാണ്. അപ്പോൾ അവർക്ക് ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാനുള്ള സാധ്യത കുറയുകയല്ലേ? ഈ ഒരു വിഷയവും ഇനി അങ്ങോട്ട് കയറുമോ? വിഷയം സംവിധായകരെ സംബന്ധിച്ചിടത്തോളം ആൻറ്റി ഇൻകംബൻസി, ഭരണവിരുദ്ധത പരിപൂർണതയിൽ എത്തി നിൽക്കുന്ന സമയമാണിത്. ഈ ഭരണവിരുദ്ധത പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരത്തിൽ സ്വാഭാവികമായി മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ UDFിനും കോൺഗ്രസിനുമാണ് വോട്ട് നൽകേണ്ടത്. അങ്ങനെ നൽകിയാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന
MLA-മാർക്ക് ചേർന്ന് ഒരു സുഗമമായ ഭരണത്തിലെത്താൻ കഴിയുമോ? അവർക്കൊരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ ആവുമോ? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ കണ്ണൂർ സീറ്റിൽ കെ സുധാകരൻ മത്സരിക്കണമെന്ന് വാശി പിടിച്ചപ്പോൾ എത്രത്തോളം ബാഡ് ബ്ലഡാണ്, ഒരാഴ്ചത്തോളം മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് പ്രചരണത്തിന് സമയമാണെന്ന് ഓർക്കണം. സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകേണ്ട സമയത്തെ ഒരു വ്യക്തി അതുപോലും അവസാനം ആ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറിയെന്ന് പറയുമ്പോഴും വിലയേറിയ സമയം നഷ്ടപ്പെട്ടു. ഇനി മുഖ്യമന്ത്രി പദത്തിൽ ആര്? ഭൈമി കാമുകർ, 2 പ്രഖ്യാപിത കാമുകന്മാരും ഒരു അപ്രഖ്യാപിത കാമുകനുമുണ്ട്. പ്രഖ്യാപിതർ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് AICC-യുടെ തലപ്പത്തുള്ള വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയായ രമേശ് ചെന്നിത്തലയും ആണ് പ്രഖ്യാപിത കാമുകന്മാർ. അപ്രഖ്യാപിതമായി KC വേണുഗോപാൽ ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്, സ്ഥാനാർത്ഥിയല്ലല്ലോ. അപ്പോൾ ഇതിലാര് എന്ന ചോദ്യം വരുമ്പോൾ ആത്യന്തികമായി ഹൈക്കമാൻഡ് തീരുമാനമെടുക്കേണ്ടി വരും. അപ്പോൾ തലയെണ്ണിയാണോ തീരുമാനമെടുക്കേണ്ടത്? ജയിച്ചു വരുന്ന MLA-മാരുടെ തലയെണ്ണി എടുക്കേണ്ട തീരുമാനമാണോ, അതോ ഏകപക്ഷീയമായി ഹൈക്കമാൻഡിന് ഒരു ധാരണയുണ്ടോ? ഇപ്പോൾ വരുന്ന ഞാൻ മനസ്സിലാക്കുന്ന ഒരു ചിത്രം ഇതാണ്. VD സതീശൻ്റെ കാര്യത്തിൽ ഒരു ധാരണ ഉള്ളതുപോലെ മറ്റ് 2 പേർക്കും തോന്നി. ചെന്നിത്തലയും ഒന്നും പണ്ടുള്ള ഗ്രിപ്പ് ഹൈക്കമാൻഡിൻ്റെ മേൽ ഇപ്പോഴില്ല എന്നത് പരസ്യമായ രഹസ്യമാണ്. അതെന്താണ് കാരണമെന്നത് അജ്ഞാതമാണ്. പക്ഷേ KC വേണുഗോപാൽ എന്നത് ഹൈക്കമാൻഡ് തന്നെയാണ്. ഹൈക്കമാൻഡിൻ്റെ നിഴലല്ല, ഹൈക്കമാൻഡിനെ പലപ്പോഴും കുഴിയിൽ ചാടിക്കുന്നത് KC വേണുഗോപാലാണ് എന്ന ഒരു ചിന്ത ഭംഗ്യാന്തരേണ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴും KC വേണുഗോപാൽ പൂർണ്ണമായി തൃപ്തനാണ് എന്ന് പറയാനുമാവില്ല. ഈ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ തന്നെ ശ്രമിച്ചിരുന്നെങ്കിൽ സുധാകരൻ വിഷയം ഇത്രയധികം വഷളാവില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് മത്സരിച്ച് കോൺഗ്രസ് പാർട്ടി വിജയിച്ചാൽ, UDF വിജയിച്ചാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പദത്തിന് യോഗ്യനാണ് എന്ന് സുധാകരൻ പറഞ്ഞു വയ്ക്കുമ്പോൾ സുധാകരനെ ഇളക്കി വിട്ടത് ആര് എന്ന ചോദ്യവും പ്രസക്തമായി വരുന്നു. ഇത് വളരെ നിഗൂഢമായ കാര്യമാണ്. ഇതിനൊന്നും കൃത്യമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരുപക്ഷെ ഇപ്പോൾ കഴിയില്ലായിരിക്കാം. ഭാവിയിൽ കോൺഗ്രസ് നേതാക്കൾ ഒരുപക്ഷെ മനസ്സ് തുറക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകും. ഇനിയിപ്പോൾ സുധാകരനെ അനുനയിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ തന്നെ ഓഫർ കൊടുത്തിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഒരു പ്രതീതി ഉണ്ടാക്കിയിരിക്കാം ഹൈക്കമാൻഡിന് മേൽ. ഓക്കെ, ഹൈക്കമാൻഡ് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ അനുസരിച്ചല്ലോ സുധാകരൻ. അപ്പോൾ സുധാകരൻ്റെ അഭിപ്രായത്തിന് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ കൂടുതൽ വെയിറ്റേജ് കിട്ടേണ്ടതല്ലേ? ആ വെയിറ്റേജിന് പിന്താങ്ങുവാൻ KC വേണുഗോപാൽ കൂടി ഉണ്ടെങ്കിൽ സംതിങ് വിൽ വർക്കൗട്ട്. ഇവിടെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സങ്കല്പം വർക്ക് ചെയ്യുന്നത് ഒരു പ്രത്യേക ഡൈനാമിക്സിലാണ്. രാഹുൽ ഗാന്ധി മാത്രമല്ല ഹൈക്കമാൻഡ്. ആത്യന്തികമായി സോണിയാഗാന്ധിയുടെ അഭിപ്രായം എടുക്കേണ്ടി വരും. പ്രിയങ്ക ഗാന്ധി ഈസ് എ ഫാക്ടർ. ഷീസ് എൻ MP ഫ്രം കേരള. അതുകൊണ്ട് പ്രിയങ്കയുടെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ വേണുഗോപാലാണ് എന്ന ഒരു ചിന്ത ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റെബിലൈസിങ് ഫാക്ടർ എന്ന നിലയിൽ, ഒരു ഏകപക്ഷീയത ഉണ്ടാവാതിരിക്കാൻ ഒരു ബാലൻസിങ് ഫാക്ടർ എന്ന നിലയിൽ പ്രിയങ്കയുടെ ചിന്തയും അതോടൊപ്പം വരും. അതുകൊണ്ട് VD സതീശൻ ഇപ്പോൾ തീർച്ചയായും ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അതിശക്തമായി ഭരണപക്ഷത്തെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ നേരിട്ട് കടന്നാക്രമിക്കുന്ന മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാർ മുൻകാലങ്ങളിൽ കാട്ടിയതിനേക്കാൾ വീറും വാശിയും ഉത്സാഹവും എല്ലാം തന്നെ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന ഒരാളാണ്. അത് മാത്രമല്ല, ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ആളല്ല, നിലപാടുകൾ എടുക്കുന്ന ആളാണ് VD സതീശൻ എന്ന പൊതുധാരണ ഡെവലപ്പ് ചെയ്തു. പലർക്കും അത് സ്വീകാര്യമല്ല, പലർക്കും നിലപാടുകൾ എടുക്കുന്നത് സ്വീകാര്യമല്ല. പക്ഷേ VD സതീശൻ നിലപാടുകൾ എടുക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വർദ്ധിച്ച സപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിലപാടെടുത്തു, മാറ്റി നിർത്തി, ഒരുപാട് പേര് വിമർശിച്ചു. പക്ഷേ അതിൽ അദ്ദേഹം ഉറച്ചു നിന്നു. സഭകളുടെ കാര്യത്തിൽ, സമുദായങ്ങളുടെ കാര്യത്തിൽ ഈ തിണ്ണനിരങ്ങുക എന്ന് പറയുന്നത് എത്രയോ ആക്രമിക്കുമ്പോഴും സമചിത്തതയോടുകൂടി തന്നെ നേരിടുകയും അവിടെ ഈ കെയിം അപ്പ് ട്രംപ്സ്. അവിടെ സതീശൻ്റെ ഒരു ടെനാസിറ്റി, സതീശൻ്റെ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് സാധാരണ ഒരു കോൺഗ്രസ് നേതാവ് ചൂളി പോകേണ്ടതാണ്. ശരിയാണ്. ഓടിച്ചെന്ന് ഈ NSS ആസ്ഥാനത്ത് ചെന്ന്, പെരുന്നയിൽ ചെന്ന് സമസ്ത അപരാധങ്ങളും പൊറുക്കണമെന്ന് പറയേണ്ടിടത്ത് ഒന്ന് ചങ്കുയർത്തി നിന്നു. ഒന്നും ചെയ്യാൻ പോയില്ല, മൈൻഡ് ചെയ്തില്ല. പക്ഷെ അവിടെയും ഒരു പോയിന്റ് VD സതീശൻ സ്കോർ ചെയ്തു. ഇതെല്ലാം തന്നെ പൊതുസമൂഹം മൊത്തത്തിൽ ജാതിക്കും മതത്തിനും അതീതമായി തന്നെയാണ് ചിന്തിക്കുന്നത്. കേരളത്തിലെ സംവിധായകർ ഇതെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും അതുക്കും മേലെ പറക്കാൻ കഴിയുന്ന ഒരാൾ ഇതാ ചുണക്കുട്ടി. പക്ഷെ ഒരു കാര്യത്തിൽ കൂടി, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഒരു കാര്യത്തിൽ കൂടി അദ്ദേഹം ആ ഒരു സ്റ്റാൻഡ് എടുക്കണമായിരുന്നു ജമാഅത്തെ വിഷയത്തിൽ. അദ്ദേഹം അത് വളരെ സ്ട്രോങ് ആയിട്ട് എതിർകക്ഷികൾ UDF-നെതിരെ ആയുധമാക്കി
സാധാരണ സമൂഹത്തിന് മുന്നിലേക്ക് അതൊരു പോയിന്റായി അവർക്ക് ഉയർത്തിക്കാട്ടാൻ സാധിക്കുന്നു. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ആയിരിക്കും നിയന്ത്രിക്കുക, ലീഗ് ആയിരിക്കും നിയന്ത്രിക്കുക. ആ ഒരു വർത്തമാനത്തിന് സ്പേസ് കൊടുത്തു. ആ ഒരു സ്പേസ് കൂടി ഇദ്ദേഹത്തിന് ഇല്ലായ്മ ചെയ്യാമായിരുന്നു അല്ലേ? അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ദാറ്റ്സ് കോൾ ഇതൊരു വളരെ സങ്കീർണമായ വിഷയമാണ്. ജമാഅത്തെ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയാനുള്ള വലിപ്പം ഒരു കോൺഗ്രസ്സുകാരനും ഇന്നില്ല. കാരണം കോൺഗ്രസിനും UDFനും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരണമെങ്കിൽ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ഏതാണ്ട് നല്ല ശക്തമായ മുസ്ലിം എല്ലാ വിഭാഗം മുസ്ലിങ്ങളും, ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന മുസ്ലിങ്ങൾ, മറ്റ് വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ വേണം. ഇപ്പോൾ PDPയുടെ മാത്രം പിന്തുണയാണ് ഇടതുപക്ഷത്തിന് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. മറുപക്ഷത്ത് എല്ലാ മുസ്ലിം വിഭാഗങ്ങളും പെർ സേ ഒരു മുസ്ലിം വികാരം ട്രെൻഡിങ് എന്ന നിലയിൽ UDFന് അനുകൂലമായിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് തെക്കൻ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും റിസൾട്ട് ഒരു കോൺട്രഡിക്ടറി ശൈലിയിൽ പോയാലും അത്ഭുതപ്പെടാനില്ല. മുസ്ലിം ജനത വളരെ വലിയ തോതിൽ, മുസ്ലിം ജനസാമാന്യം വലിയ തോതിൽ പ്രസൻസ് ഉള്ള കോഴിക്കോട് ജില്ല, മലപ്പുറം ഇപ്പോൾ തന്നെ UDFൻ്റെ ബാസ്റ്റിനാണ്. കണ്ണൂർ ജില്ലയുടെ ചില ഭാഗങ്ങൾ, തൃശ്ശൂർ ജില്ലയുടെ വടക്കൻ ഭാഗങ്ങൾ, പാലക്കാടിൻ്റെ ചില ഭാഗങ്ങൾ, വയനാട്, ഇതൊക്കെ തന്നെ UDF തൂത്തുവാരിയില്ലെങ്കിൽ പോലും നില മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഇപ്പോൾ സതീശനെന്നല്ല ആരെങ്കിലും നടത്തുന്ന ഒരു പരാമർശം ചിലപ്പോൾ ഒരു 8-10 സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കും എന്ന ഒരു തിരിച്ചറിവ്. അതുകൊണ്ട് നിലപാട് ശരിയാണ്, സാറ് പറഞ്ഞത് ശരിയാണ്. ഒരു നിലപാടെടുത്ത് പറയേണ്ടതായിരുന്നു. സതീശനെ പോലെ ഒരാൾ എനിക്കൊന്നും ഭയക്കേണ്ടതില്ല. അല്ല, വേറൊരു സംഭവം സർ, ഈ ജമാഅത്തേക്ക് അത്രയേറെ വോട്ട് ബാങ്ക് ഉണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഒരിക്കലുമില്ല. സാധാരണ മുസ്ലിങ്ങൾ ദേ ആർ നോട്ട് പാർട്ട് ഓഫ് ജമാഅത്തെ. അവർ ജമാഅത്തെ പിന്തുണയ്ക്കുന്നില്ല, ജമാഅത്തെ പറയുന്നതല്ല കേൾക്കുന്നത്. പക്ഷേ ഒരു നരേറ്റീവിന് അതൊരു സ്പേസ് കൊടുത്തു. അതാണ് മതരാഷ്ട്രവാദം ഉയർത്തുന്ന ഒരു സംഘടന എന്ന നിലയിൽ അതല്ല എന്ന് അവർ ക്ലെയിം ചെയ്താലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ മതരാഷ്ട്രവാദം തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നെങ്കിലുമുള്ള വാക്കുകൾ ഉപയോഗിക്കാം. ഇത് മൊത്തത്തിൽ വർഗീയ കക്ഷികളുമായി യാതൊരു സന്ധിയുമില്ല എന്ന് മൊത്തത്തിൽ പുകച്ചു പറയുന്നതല്ലാതെ എടുത്തു ചോദിച്ചാൽ ഉത്തരമില്ല. അപ്പോൾ പരസ്യമായിട്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും UDFന് അനുകൂലമായി ഈ നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വേണ്ട എന്ന് പറയാൻ തക്ക ഒരു വലിപ്പം ഇപ്പോഴത്തെ നിലയിൽ UDFനില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇത് VD സതീശൻ്റെ മാത്രം വിഷയമല്ല. ഇത് ഒരു കോൺഗ്രസ് നേതാവും അത് പറയില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, കോൺഗ്രസിൻ്റെ രീതിശാസ്ത്രം ഇവിടെ നിന്നെങ്കിലും വോട്ടുകൾ വന്നാൽ വരട്ടെ, അല്ലാതെ ഇന്ന വോട്ട് മോശമെന്ന് ഒരു കാലത്തും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു രീതി എങ്ങനെയാണല്ലോ, UDFൻ്റെ സംവിധാനം അങ്ങനെയാണല്ലോ. അതുകൊണ്ടാവാം അങ്ങനെയുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ അത് തീർച്ചയായും ഞാൻ അംഗീകരിക്കുന്നു. ഒരു 90% കാര്യങ്ങളിലും നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും ചില കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നതിന് VD സതീശനും പരിമിതിയുണ്ട്, ആർക്കും പരിമിതി ഉണ്ടാകും. PDPയുടെ സപ്പോർട്ട് വേണ്ട എന്ന് പിണറായി വിജയൻ പറഞ്ഞില്ലല്ലോ. അത് വേണ്ട, മുൻകാലങ്ങളിലെ ബന്ധം അത് ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ കിട്ടുന്നതൊക്കെ പോരട്ടെ. അപ്പോൾ ഓരോ സീറ്റും വളരെ നിർണായകമാണ്. 71 സീറ്റ് എന്ന മാജിക് നമ്പർ തികയ്ക്കാൻ പെടുന്ന പാടാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഡീലെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് BJPക്ക് ഒരു 4-5 സീറ്റ് ലഭിക്കുന്നു എന്ന് കരുതുക, അതാർക്കാണ് പ്രയോജനം? അത് LDFനാണ് പ്രയോജനം എന്നതാണ് യുക്തി. അത് UDFനല്ല, LDFനാണ് പ്രയോജനം. എന്തുകൊണ്ടാണ്? BJPക്ക് ലഭിക്കുന്ന UDFന് ലഭിക്കാവുന്ന ചില സീറ്റുകളിലാണ് BJPക്ക് ഒരുപക്ഷെ പിടിമുറുക്കാവുന്നത്. മഞ്ചേശ്വരം, കാസർഗോഡ് ഉൾപ്പെടെ ചില സീറ്റുകൾ, പാലക്കാട് ഉൾപ്പെടെ ഇങ്ങനെയുള്ള 2-3 സീറ്റുകളാണോ വിജയപരാജയങ്ങളെ തീരുമാനിക്കുന്നത്? എന്തായാലും LDFന് കിട്ടില്ല. അപ്പോൾ പിന്നെ UDFന് കിട്ടാതെ BJPക്ക് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന രീതിയിൽ കണ്ണടയ്ക്കുന്നു എന്നതാണ് സതീശൻ ഉയർത്തുന്ന ആരോപണം. അത് ആരോപണം എന്ന സ്റ്റേജിന് ഉപരിയായി ഞാൻ വില കൊടുത്തിട്ടില്ല ഇപ്പോൾ ഈ ഘട്ടത്തിൽ. ഓക്കെ, എന്തായാലും ഈ ഒരു വിഷയം ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് വളരെ ശക്തമായ PR വർക്കിലൂടെ സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒട്ടേറെ അഭിമുഖങ്ങൾ വരുന്നുണ്ട്. ഇതിനിടയിൽ മുഖ്യമന്ത്രിക്ക് ഇടയ്ക്ക് പിടിവിട്ടുപോയോ എന്നൊരു സംശയമുണ്ട്. അത് ഇപ്പോൾ UDF ആയുധമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കുക എന്ന അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക്, ആ ഒരു വാക്ക് എടുത്ത് ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ പ്രചരണം ശക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ PR വർക്കും അതിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങളും ഒക്കെ തന്നെ തീർച്ചയായിട്ടും അതും അണിയറയിൽ ഒരുക്കേണ്ടതല്ലേ UDF? ഈ പിന്നെ ചില സന്ദർഭങ്ങളിൽ പറയുന്ന വാക്കുകളാണ് കടക്ക പുറത്ത്. വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നികൃഷ്ടജീവി, പരനാറി, ചെറ്റത്തരം, ഇതെല്ലാം പറയുന്നത്
ഒരേ നാവിൽ നിന്ന് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വരുന്ന ചില മുത്തുകളാണ്. മണിമുത്തുകളായി എത്ര വ്യാഖ്യാനിച്ചാലും പലപ്പോഴും അത് പുഴുക്കുത്തുകളായി അവശേഷിക്കും. ഒരുപാട് വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ പ്രയോഗങ്ങൾക്കൊക്കെ തന്നെ. പ്രേമചന്ദ്രനെ കുറിച്ച് പറഞ്ഞു, പരനാറി എന്ന പ്രയോഗം നടത്തിയതിൻ്റെ പരിണിതഫലം 1,00,000-ലധികം വോട്ടിന് പ്രേമചന്ദ്രൻ ജയിച്ചു. തോറ്റത് പിന്നീട് പിന്നെ ഓൾ ഇന്ത്യ സെക്രട്ടറിയായ MA ബേബിയാണ്. അപ്പോൾ ഇവിടൊക്കെ എന്ത് നേടി? അപ്പോൾ ഈ വാക്കുകൾ എത്ര PR മുഖം മിനുക്കാൻ മോഹൻലാലിനെ ഉപയോഗിച്ചുകൊണ്ട്, ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട്, ഖജനാവിലെ പണം ഉൾപ്പെടെ ചെലവഴിച്ചുകൊണ്ടാണ് വലിയ ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടാകുന്നത്. PRD ഏതാ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചിലവിൽ, അത് സംസ്ഥാന സർക്കാർ ചിലവാണ്. ആ ചിലവിൽ പ്രചരണ ബോർഡുകൾ ഉയരുമ്പോൾ ജനം ന്യായമായും പ്രതീക്ഷിക്കുന്നത് എന്താണ്? അതിന് തക്ക ഒരു വൈഭവം ഗവൺമെൻറ് കാട്ടണം, അതിന് തക്ക ആർജവം കാട്ടണം. വാക്കുകളിലൂടെ ഒറ്റ വാക്കിൽ ഇത്രയധികം കെട്ടിപ്പടുക്കുന്ന പ്രതിച്ഛായ ഒരൊറ്റ വാക്കിൽ സുധാകരനെതിരെ ചെറ്റ എന്ന് പറഞ്ഞ പ്രയോഗത്തിലൂടെ ഒലിച്ചു പോയത് ഗുഡ്വില്ലാണ്, നന്മയാണ്. ചെറ്റ എന്നത് CPM ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വാക്കാണ്. അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ട് നേടി എക്കാലത്തും ജയിച്ചു വന്ന CPM വർഗ ബഹുജന കക്ഷികൾ എന്നാണല്ലോ സംഘടനകളെ ഒത്തുചേർന്ന ഒരു മുന്നണി, വിശാല മുന്നണി. ഇതാണല്ലോ LDF. അതിൽ ചെറ്റത്തരം എന്ന് പറയുമ്പോൾ, ചെറ്റ എന്ന് പറയുന്ന ഓലക്കുടിലാണ്. അപ്പോൾ കുടിലിലെ നന്മകൾ, മാറ്റത്തിന് വേണ്ടിയുള്ള കാഹളം, അതിനു വേണ്ടി ശ്രമിച്ച, കുടിലിൽ നിന്നും വീട്ടിലേക്കുള്ള പ്രയാണത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടിലിനെ ആക്ഷേപിക്കുകയാണ്. കുടിലിൽ താമസിക്കുന്നവൻ ചെറ്റത്തരം. അപ്പോൾ ഈ പാർട്ടിയെ നെഞ്ചിലേറ്റി നടന്നവ എല്ലാവരെയും അപമാനിച്ചു എന്ന നറേറ്റീവ് ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും തോന്നി, അയ്യോ ഇത് അബദ്ധമായല്ലോ. മറ്റാര് പറഞ്ഞാലും ഒരു വർഗ ബഹുജന കക്ഷികളെ ചേർത്ത് പിടിക്കുന്ന കക്ഷി പറയാൻ പാടില്ല. അതേപോലെ തന്നെ കോമാളി എന്ന വാക്ക് പറയുന്നത് സ്റ്റേജുകളായിരുന്നു CPMൻ്റെ ബലം. KPAC ഒക്കെ ഉൾപ്പെടെ നൽകിയ പിൻബലം അല്ലേ? നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് പാടിയത് നാടകഗാനങ്ങളിലൂടെയും വിപ്ലവ ഗാനങ്ങളിലൂടെയും അല്ല. എന്തുമാത്രം, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലൊക്കെ അവിടുന്ന് കടന്നു വരുന്ന തോമസ് ഐസക്ക് പറയുകയാണ് കോമാളിയാണ് എന്നൊരു നടനെക്കുറിച്ച് പറഞ്ഞാൽ, കോമാളി വേഷം കെട്ടി നടക്കുന്നവൻ എങ്ങനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ നാടക നടന്മാരെയും സിനിമാ താരങ്ങളെയും കലാകാരന്മാരെയും ഒക്കെ ആക്ഷേപിക്കുന്നുവെന്ന് നറേറ്റീവ് UDF പറഞ്ഞാൽ അതെങ്ങനെ അസ്ഥാനത്താവും? അതുകൊണ്ട് വീൺ വാക്കുകൾ വളരെയധികം, ഇതൊന്നും അടിസ്ഥാന വിഷയങ്ങളല്ല, ഒരു വ്യക്തിയുടെ വീൺവാക്കുകളാണ്. ഒരു ബിഷപ്പിനെ നികഷ്ടജീവി എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക കോൺടെക്സ്റ്റിലാണ്, ന്യായീകരിക്കുകയല്ല, ഒരു കോൺടെക്സ്റ്റിലാണ്. പക്ഷേ അത് എക്കാലത്തും നിരന്തരം ഹോണ്ട് ചെയ്യും ഒരു പാർട്ടി. ഇതിപ്പോൾ നേതാക്കൾ മാത്രമല്ല, ഈ സംസ്ഥാന നേതാക്കൾ മാത്രമല്ല, ജില്ലാ നേതാക്കളും ഏരിയ നേതാക്കളും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ പിന്നിലല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന വാർത്തകളിലേക്ക് തന്നെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, സഹകരണ ബാങ്ക് കൊള്ളയ്ക്ക് ശേഷം ഇപ്പോൾ KSFE ലോൺ തട്ടിപ്പ് വരെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിളിമാനൂരിൽ നിന്നും അവിടുത്തെ ഏരിയ നേതാവിൻ്റെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. രാജാവിനെ തിന്നുന്ന മന്ത്രി എന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് ഈ യഥാ രാജ തഥാ പ്രജ അല്ല, ഇതാണല്ലോ വേറൊരു ആശങ്കകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നവർ അല്ലെങ്കിൽ തട്ടിപ്പിലൂടെ വായ്പ എടുത്ത് പ്രതിസന്ധിയിലാകുന്നവരെ ഈ സംസ്ഥാന നേതാക്കൾ തന്നെ സഹായിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. നിങ്ങൾ ആ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നോളൂ. ആ ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിങ്ങളെ ഇരുത്തുന്നത് ഈ പ്രതിസന്ധിയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ്. അതായത് വീണ്ടും ആൾക്കാരിൽ നിന്ന് പണം പിരിച്ചും കണ്ണുരുട്ടിയും ഒക്കെ താക്കോൽ ഏൽപ്പിക്കുക എന്നും കുറുക്കനെ കോഴിക്കോട് ഏൽപ്പിക്കുക എന്നും പറയുന്ന പോലെ തന്നെയാണ് ഈ സംഭവം. അതായത് എന്തിനേയും ന്യായീകരിക്കാൻ തക്ക ഒരു സംവിധാനമുണ്ട് CPMൽ. ഇത് ജനങ്ങൾ, ഇത് CPMൽ പെടാത്ത ആളുകൾ, ഇത് പുറത്തു നിന്ന് നോക്കുന്ന ആളുകൾ, പാർട്ടി എന്താണ് ചെയ്യുന്നത്? ഈ സ്ത്രീ പീഡനം ആരോപിക്കപ്പെടുന്നവർ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുമ്പോൾ അവർ വളരെ പരിശുദ്ധരാണ്. പാർട്ടിയിൽ നിന്നും പോയി PK ശശി പാർട്ടിയിൽ നിന്ന് പോയി UDF പിന്തുണയിൽ മത്സരിക്കുമ്പോൾ സ്ത്രീലംബടനായി മാറുന്നു. ഇത് എത്ര ഇരട്ടത്താപ്പാണ്! ഈ ഇരട്ടത്താപ്പ് എത്ര വിശദീകരിച്ചാലും പാർട്ടി ന്യായീകരണങ്ങൾ നടത്തിയാലും പൊതുജനങ്ങളുടെ മുമ്പിൽ ഇരട്ടത്താപ്പ് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒട്ടേറെ വിഷയങ്ങൾ UDFന് മുന്നിലുണ്ട്. ഇതിലൊന്നും തന്നെ ഇതൊക്കെ തന്നെ അവർ വളരെ ഇഫക്റ്റീവായി വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ വികസനം പറയാൻ മറന്നു പോകുന്നു, പ്രതിപക്ഷം ഉൾപ്പെടെ വികസനം പറയാൻ മറന്നു പോകുന്നു. അതാണ് ഉപരിപ്ലവമായ വിഷയങ്ങൾ ഏറെ സംസാരിക്കുകയും വികസനം പറയാനുള്ള വിലയേറിയ സമയം പാഴാക്കുകയും ചെയ്യുന്ന ഒരു പ്രചരണഘട്ടം. അതാണ് തീർച്ചയായിട്ടും. ഇതാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത്. നിങ്ങൾ ഡീലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആക്ഷേപിക്കുമ്പോൾ
ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ മറന്നു പോവുകയാണ്. വികസനം എവിടെ എത്തി നിൽക്കുന്നു, ഭരിക്കുന്നവരുടെ അഴിമതി എന്തൊക്കെയാണ് എന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ? അത് സംസ്ഥാന നേതാക്കളുടെ അഴിമതി മാത്രമല്ല, താഴെത്തട്ടിലുള്ള നേതാക്കളുടെ അഴിമതി പറയുവാനായി ഒട്ടേറെ നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണാതെ അന്തം വിട്ടോടുകയാണ്. ഇത് കൃത്യമായി ഓടുക, ട്രാക്കിലൂടെ ഓടുക, അത് ശരിയായ രീതിയിൽ ഓടുക, വിജയം നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് ഓരോരുത്തരോടും നമുക്ക് പറയാനുള്ളത്. അതൊന്ന്. രണ്ട്, ഈ നേതൃത്വം കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ക്യാമ്പയിൻ നേരെ ചൊവ്വേ മുന്നോട്ട് പോവുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ ആര് നയിക്കണം എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡിന് ഒരു ധാരണയുണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ ഉള്ളത്. എല്ലാത്തിലും ഒരു നിലപാടുണ്ടാകണം, അത് ഇളകി ആടുന്നതാകരുത് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ്. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.